പള്ളിക്കൂദാശക്കാലം 3-ാം ഞായർ യോഹന്നാൻ 2:13-22. ഒരുപാട് പ്രതീകാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒരു സുവിശേഷമാണ് ഇന്നത്തേത്. കർത്താവ് ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിയിരുന്ന എല്ലാവരെയും പുറത്താക്കി അതിനുശേഷം അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. സങ്കീർത്തനം 69:9 അനുസ്മരിച്ചുകൊണ്ട് സുവിശേഷം പറയുകയാണ്, അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന കാര്യങ്ങളാണ് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തിയത്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അശുദ്ധമാക്കപ്പെട്ട ദേവാലയ സംവിധാനത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ദേവാലയം എന്ന കെട്ടിടത്തെ മാത്രമല്ല അവിടുന്ന് കൺമുമ്പിൽ കണ്ടത്, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ സമൂഹത്തെയും അവിടുന്ന് മനസ്സിൽ കാണുകയാണ്. ദേവാലയ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനതയുടേത്. ആ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതാണ് അവിടുന്ന് ഇവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള ദേവാലയത്തിന് നിലനിൽപ്പുണ്ടാകുവാൻ സാധിക്കുകയില്ല, അത് നശിപ്പിക്കപ്പെടും. 3 ദിവസം കൊണ്ട് ദേവാലയം പുതുക്കിപ്പണിയുമെന്ന് അവിടുന്ന് പറയുമ്പോൾ തന്നെപ്പറ്റി തന്നെയാണ് അവിടുന്ന് പറയുന്നത്. അവർ വികലമാക്കാൻ പോകുന്നത് തൻ്റെ ശരീരത്തെയും തൻ്റെ ശരീരബദ്ധമായ അസ്തിത്വത്തെയുമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. മാംസമായി തീർന്ന വചനം വസിക്കുന്ന ഇടമാണ് ദേവാലയം. ഈ ദേവാലയത്തെ തന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ട ജനം നശിപ്പിക്കുമെന്നുള്ള പ്രവചനമാണ് അവിടുന്ന് നടത്തിയത്. ഇവിടെ കർത്താവ് തൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. പുനരുദ്ധരിക്കപ്പെടുന്ന ശരീരമാണ് ദേവാലയമായി തീരുന്നത്, അല്ലെങ്കിൽ പുനരുത്ഥാനത്തോടു കൂടിയാണ് ഈശോയിൽ ദൈവം വസിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ പൂർത്തിയാകുന്നത്. ഈ ലോകത്തിലുള്ളതെല്ലാം കടന്നു പോകുന്നതാണ്. ദൈവം വസിക്കുന്നത് നിലനിൽക്കുന്ന ഭവനത്തിലാണ്. ശരീരമാണ് ദേവാലയമായി തുടരുന്നത് എന്ന ചിന്തയ്ക്ക് ഇവിടെ പ്രസക്തിയുണ്ട്. ഈ ലോകത്തിൽ പണിയപ്പെടുന്ന ദേവാലയങ്ങൾക്കൊക്കെ താൽക്കാലികതയുണ്ട്. അവയെല്ലാം മനുഷ്യ സൃഷ്ടിയുമാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയതും മനോഹരവുമായ ഒരു ദേവാലയം പണിത് സോളമന് പോലും അവസാനം ബോധ്യമായത്. ഈ ലോകവും പരലോകവും ഒന്നിച്ചുകൂടിയാലും ദൈവത്തിന് അവിടെ വസിക്കുവാൻ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുവാൻ സാധിക്കുകയില്ല. അതിനും അപ്പുറത്താണ് ദൈവ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണത എന്ന് സോളമൻ പറയുന്നു. എന്നാൽ ആ ദൈവം തന്നെയാണ് മനുഷ്യനിൽ വസിക്കുവാൻ തയ്യാറാകുന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ഒന്നുകിൽ അവിടുന്ന് നമ്മിലായിരിക്കത്തക്കവണ്ണം അത്ര ചെറുതാകുന്നു, അല്ലെങ്കിൽ നമ്മിലായിരിക്കുവാനായി അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അത്ര വലുതാക്കുന്നു. നമ്മിലായിരിക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ ഒരു ഭവനമാക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് നമുക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഒരു ഭവനമായിത്തീരുന്നു. ആത്മീയതയിൽ മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. ദൈവം അന്തർയാമിയാണ്. അന്തർയാമിയായ ദൈവം ഇവിടെ വെളിപാടാകുന്നു. ഒപ്പം നമ്മളിൽ വസിക്കുന്ന ദൈവം നമ്മുടെ ആന്തരികതയെയും വെളിപ്പെടുത്തുന്നു. ദൈവത്തോളം എത്തുന്ന ഒരു വിശാലത നമ്മുടെ ആന്തരികതയ്ക്ക് അവിടുന്ന് നൽകുന്നു. സമയവും വ്യാപ്തിയുമെല്ലാം കീഴടങ്ങുമ്പോഴാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. അങ്ങനെയുള്ളവ നശിപ്പിക്കപ്പെടണം, എങ്കിൽ മാത്രമേ പുതിയത് ഉരുത്തിരികയുള്ളൂ. അതാണ് മരണവും പുനരുത്ഥാനവും. ഇതൊരു കടന്നുപോകലാണ്, എ ട്രാൻസിഷൻ. കർത്താവീശോ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ പുതിയ സാന്നിധ്യത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. ദൈവം നമ്മിൽ വസിക്കുന്നുണ്ടെന്ന് പല വിധത്തിൽ അവിടുന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുവഴി നമ്മളും ദേവാലയങ്ങളാവുകയാണ്. അതുപോലെ അഗതികളിലും വേദനിക്കുന്നവരിലും വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും പീഡനമനുഭവിക്കുന്നവരിലും എല്ലാവിധത്തിലും അവഗണിക്കപ്പെടുന്നവരിലും അവിടുന്ന് സന്നിഹിതനാണ്. അതായത് ഇങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളെല്ലാം അവിടുന്ന് സാന്നിധ്യമായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. അതിൻ്റെ എല്ലാം അർത്ഥം കൂടി വെളിപ്പെടുത്തുകയാണ് അവിടുന്ന്. താൻ പിതാവിലും പിതാവ് തന്നിലും അവിടുന്ന് നമ്മിലുമായിരിക്കുമെന്ന് അവിടുന്ന് പറയുമ്പോൾ ആ വാക്കുകളുടെ ആഴമായ അർത്ഥവും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യക്തമാക്കുകയാണ്. അവിടുന്ന് നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഭവനമാവുകയാണ്. നമ്മൾ അങ്ങിൽ വസിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഭവനമാവുകയാണ്. വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് ഒരു വിശാലത കൈവരുന്നു. ഇവിടെ വസിക്കുന്ന ഇടം നിലനിൽക്കുന്ന അടുപ്പത്തിന് പകരം നിൽക്കുന്നു. അതിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയുണ്ട്. ഭവനം വിശ്രമസ്ഥലമാണ്. സ്വന്തമായതിലെത്തിച്ചേരുന്നതായിരിക്കും ഭവനത്തിലെത്തിച്ചേരുന്നത്. ഇവിടെ ആഴമായ അറിവുണ്ട്. അന്വേഷണം അവസാനിക്കുന്നിടത്താണ് നമ്മൾ ഭവനത്തിലെത്തിച്ചേരുന്നത്. പുറത്തു പോകുവാനും തിരിച്ച് ഭവനത്തിലേക്ക് എത്തുവാനും സാധിക്കുന്ന ഒരു വാതിലുണ്ട് ഓരോ ഭവനത്തിനും. സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഇടമാണ് ഭവനം. ഇതുപോലെ നിരവധിയായ അനുഭവങ്ങൾ ഓർമ്മയിൽ വരും ഭവനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ. അവയും ഇവിടെ കൂട്ടിച്ചേർക്കാം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അതുവഴി ദേവാലയമായി തീരുകയാണ്.
ദൈവം തൻ്റെ പ്രതിച്ഛായ പതിച്ചുകൊണ്ട് മനുഷ്യനിൽ വസിക്കുന്നു. മനുഷ്യൻ തന്നിൽ പതിക്കപ്പെട്ടിരിക്കുന്ന പ്രതിച്ഛായയുടെ ദൈവഛായയുടെ അതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമായിത്തീരുന്നു. ഇതും ഇന്നത്തെ സുവിശേഷത്തോട് അനുബന്ധിച്ച് അനുസ്മരിക്കേണ്ടതാണ്. ഇന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരുപാട് വികലമായി തീർന്നിട്ടുണ്ട്. ശരീരം ബാഹ്യമായി ഒരു പ്രദർശന വസ്തുവായിത്തീരുന്നു. അതിനെ അലങ്കരിക്കുവാൻ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം മനുഷ്യൻ സ്വരുക്കൂട്ടുന്നു. അല്ലെങ്കിൽ അവയിലൂടെയുള്ള സൗന്ദര്യത്തെയാണ് മനുഷ്യൻ പ്രകടമാക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ചൈതന്യത്തെ ദൃശ്യമാക്കുവാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ്റെ സൗന്ദര്യം എത്ര വലുതാണ് എന്ന് ഇവിടെ ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. മനുഷ്യ ശരീരത്തെ ദേവാലയമാക്കുന്ന ആ ദിവ്യസാന്നിധ്യം ഇവിടെ ചിന്താവിഷയമാക്കണം. അതുപോലെ മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും അശുദ്ധമാക്കുന്ന, നശിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളോട് കാണിക്കുന്ന ക്രൂരമായ അതിക്രമങ്ങൾ ദൈവസാന്നിധ്യത്തെ എത്രമാത്രം വികലമാക്കുന്നുവെന്ന് ഭീതിയോടെ മനസ്സിലാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇതും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്താവിഷയമാക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തെ പ്രദർശന വിഷയമാക്കുന്നതിന് പകരം ശരീരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര സജീവവും ദൈവികവുമാണ് നമ്മുടെ ശരീരമെന്ന ദേവാലയം എന്ന് നമുക്ക് അത്ഭുതത്തോടെ വീക്ഷിക്കുവാൻ സാധിക്കും. ശരീരത്തിലൂടെയാണ് ആത്മാവ് സ്വയം വെളിപ്പെടുത്തുന്നത്. ആത്മാവിന് ദൃശ്യമായ സാന്നിധ്യം പകരുന്നത് ശരീരമാണ്. മറിച്ച് ശരീരത്തിന് ആകാരഭംഗിയും ആവിഷ്കാരശേഷിയും നൽകുന്നത് ആത്മാവാണ്. പരസ്പരം പൂരകങ്ങളാണ് ശരീരവും ആത്മാവും. ഈ ഉൾക്കാഴ്ചയിലേക്കും ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നു. രൂപാന്തരപ്പെടലിലേക്കും പുനരുത്ഥാനത്തിലേക്കുമുള്ള വഴിയിലൂടെയാണ് നമ്മുടെ ജീവിതം നീങ്ങുന്നത്. അതിൻ്റെ പൂർത്തീകരണം ഉത്ഥാനത്തിലാണ്. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ ഭവനമായി തീരുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായി നമ്മൾ ദൈവമാകുന്ന ഭവനത്തിൽ എത്തിച്ചേരുന്നത്. ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ സുവിശേഷ ചിന്തകളെ നമുക്ക് സമാഹരിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ CST.